കോട്ടയം തിരുവാതിൽക്കലിലെ ഇരട്ട കൊലപാതകത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചുവെന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. കൊല ചെയ്യാൻ ഉപയോഗിച്ച കോടാലി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മുൻവാതിൽ തുറന്നാണ് പ്രതി അകത്ത് കയറിയത്. വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മേഡേഴ്സ് നടന്നിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത്. അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത്. ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കോടാലിയാണ്. കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്. എത്രയും വേഗം പ്രതിയെ പിടിക്കും. പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, നേരത്തെ ഒരാൾ കസ്റ്റഡിയിലുണ്ടെന്നും അസം സ്വദേശിയാണ് എന്നുമുള്ള സൂചനകളൊക്കെയാണ് ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് പ്രതിക്കായുള്ള തിരച്ചിൽ എന്നുള്ള കാര്യമാണല്ലോ പറയുന്നത്. എന്താണ് ഇപ്പോൾ പോലീസിൽ നിന്നും കൂടുതലായി അറിയാനാകുന്നത്? കൊലയ്ക്ക് കാരണം എന്ത് എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ സൂചനകൾ പോലീസ് ലഭിച്ചു എന്നാണോ? സ്മൃതി, കോട്ടയം തിരുവാതിക്കലിലെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഈ കേസിന്റെ അന്വേഷണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതിയെ ഉടൻ തന്നെ പിടികൂടും എന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെ വീട്ടിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷേ ഈ ഇതര സംസ്ഥാന തൊഴിലാളി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത് അങ്ങനെ ഒരാൾ കസ്റ്റഡിയിലില്ല എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായും നമുക്കറിയാൻ കഴിയുന്നത് പോലീസിൻ്റെ നിരീക്ഷണത്തിൽ ഈ കൃത്യം നടത്തിയ പ്രതി ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനും സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരോട് അത് ജില്ലാ പോലീസ് മേധാവി പങ്കുവെക്കാനുള്ള സാധ്യതയില്ല. ഏതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറിൽ പ്രതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അല്പസമയം മുമ്പ് ഡോഗ് സ്ക്വാഡിൻ്റെ വിശദമായിട്ടുള്ള പരിശോധന ഈ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോഴും വിശദമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏറ്റവും വലിയ ഒരു പ്രതിബന്ധം അന്വേഷണത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വീട്ടിലെ CCTV ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് ഈ കൃത്യം നടത്തിയ ആളോ അല്ലെങ്കിൽ ആളുകളോ അത് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഗേറ്റ് ഓട്ടോമാറ്റിക് ലോക്ക് സംവിധാനം ഉള്ളതാണ്. വലിയ മതിലാണ്, വലിയ കോമ്പൗണ്ടാണ്, വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഈ വീട് കേന്ദ്രീകരിച്ചുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ കൃത്യം നടത്തിയ ആൾ ഈ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് പ്രധാനപ്പെട്ട ഈ ഗേറ്റ് വഴിയാണോ അതോ മതിൽ ചാടിയാണോ അകത്ത് കടന്നതെന്ന് ഈ CCTV ക്യാമറകൾ ഉള്ള ദൃശ്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പ്രവീൺ, അതായത് ഇപ്പോൾ ഈ കൊല നടത്തിയിരിക്കുന്ന ആൾ പഴയ ജീവനക്കാരനാണ് എന്ന സംശയത്തിൽ നിന്നും പോലീസ് മാറി മറ്റൊരാളിലേക്ക് തിരിയുന്നു എന്നതിൻ്റെ സൂചനകളാണോ? ഇപ്പോൾ ഈ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് പരിശോധിക്കുമെന്നുള്ള സൂചനകൾ, അതാണ് ഒരു പ്രധാനപ്പെട്ട തെളിവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നത്. അത് എടുത്തു മാറ്റി എന്ന് പറയുമ്പോൾ അതിലൊക്കെ വൈദഗ്ധ്യമുള്ള ഒരാളാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത് എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തന്നെയാണ് ഡോർ തുറന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറയുന്നപ്പോൾ മറ്റെന്തോ കാരണങ്ങൾ എന്നാണോ മനസ്സിലാക്കേണ്ടത്? മറ്റാരോ ആണ് പ്രതിയെന്നും? സ്മൃതി, ജില്ലാ പോലീസ് മേധാവിയുടെ ആ ഒരു വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വാക്ക് എടുത്തുപയോഗിച്ച്, അതായത് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഈ ഒരു കേസിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അതായത് പ്രൊഫഷണലായി കൊലപാതകം നടത്തുന്ന ഒരു ആളോ അല്ലെങ്കിൽ ഒരു സംഘമോ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് പ്രാഥമിക പരിശോധനയിൽ പോലീസിന് കണ്ടെത്താൻ അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള സംശയങ്ങളില്ല. മറ്റൊന്ന്, ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ വീടിൻ്റെ വലതുവശത്തുള്ള, അതായത് വീടിൻ്റെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തിൻ്റെ വലതുവശത്തുള്ള 2 ജനലുകൾ ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അകത്ത് കടന്ന ആൾ തുറന്നിട്ടുണ്ട്. അതിനുശേഷം ആ ജനലിന് സമീപത്ത് തന്നെയാണ് വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിലുള്ളത്. ആ വാതിൽ പിന്നീട് ഈ അകത്ത് കടന്ന ആൾ തുറന്നു എന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. സ്വാഭാവികമായും അകത്ത് കയറിയതിന് ശേഷം ഈ വീട്ടിലെ വിജയകുമാർ ഈ ആളുടെ അടുത്തേക്ക് ആദ്യം വന്നിരിക്കാം. അപ്പോഴാണ് ആദ്യത്തെ ആക്രമണം നടക്കുന്നത്. അതിനുശേഷം ബഹളം കേട്ട് പുറകിൽ നിന്നും വിജയകുമാറിൻ്റെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നു. പിന്നീട് രണ്ടാമതൊരു കൊലപാതകം കൂടി നടക്കുന്നു. ഈ 2 മൃതദേഹങ്ങളും 2 ഇടത്തായിട്ടാണ് കിടന്നിരുന്നത്. മറ്റൊന്ന്, ജില്ലാ പോലീസ് മേധാവി
മേധാവി കൃത്യമായി പറഞ്ഞ ഒരു കാര്യം, കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം ഒരു മഴുവാണ്. ആ മഴു ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നും കണ്ടെത്തി എന്നാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത്. അപ്പോൾ കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് വന്ന ആളുടെ പക്കൽ ഒരു ആയുധം ഉണ്ടായിരുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. 2, കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം ഈ വീട്ടിൽ നിന്ന് തന്നെ കൊലയാളി ഉപയോഗിക്കുന്നു. പക്ഷേ ജില്ലാ പോലീസ് മേധാവി ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ കൊലയാളി വന്നത് ഒരു വലിയ കല്ല്, അമ്മിക്കല്ല് കൊണ്ടുവന്നിരുന്നു. അത് ഒരു പക്ഷേ വീടിൻ്റെ ഈ പ്രധാനപ്പെട്ട വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും അതിന് പറ്റിയില്ലെങ്കിൽ ആ വലിയ അമ്മിക്കല്ല് കൊണ്ട് പ്രധാനപ്പെട്ട വാതിൽ ഇടിച്ച് തകർക്കുക, അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഒരു പക്ഷേ ഇവിടെ എത്തിയ ആൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. കാരണം ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് 2 ജനലുകൾ തുറന്നപ്പോൾ തന്നെ പിന്നീട് മറ്റു മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഈ വാതിൽ തുറക്കാൻ കഴിഞ്ഞു എന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ എതിർവശത്തുള്ള ചില കെട്ടിടങ്ങൾ കാണാം. ആ കെട്ടിടങ്ങളിൽ ഒന്നും CCTV സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. പക്ഷേ ഈ കൊലയാളി ഇങ്ങോട്ടേക്ക് എത്തിയ ഭാഗങ്ങളിൽ, അതായത് ഇതൊരു പ്രധാനപ്പെട്ട പാതയിൽ നിന്നുള്ള ഒരു ഉപറോഡാണ്. ആ ഉപറോഡിൽ ബാക്കിയുള്ള കെട്ടിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പ്രധാനപ്പെട്ട വീട്, ആ വീട്ടിലും CCTV സംവിധാനം ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാനപ്പെട്ട ഗേറ്റിൻ്റെ ആ ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുമായിരുന്നു. അതായത് ഈ ഗേറ്റിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ സറൗണ്ടിങ്സിൽ CCTV സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ഭാഗങ്ങളിൽ നിന്ന്, റോഡുകളിൽ നിന്നൊക്കെ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്, നാളുകൾക്ക് മുമ്പ് ഈ വീട്ടിൽ ഇപ്പോൾ ഡോഗ് സ്ക്വാഡിൻ്റെ വിശദമായിട്ടുള്ള പരിശോധന നമുക്ക് കാണാം. ഡോഗ് വീടിൻ്റെ കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ ഡോഗ് സ്ക്വാഡ് വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് അവരുടെ വാഹനത്തിനകത്തേക്ക് ഈ ഡോഗിനെ കയറ്റിയിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന ഈ സമയത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ വിജയകുമാറിൻ്റെ വീട്ടിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ജോലിക്ക് നിന്നിരുന്നു. ഈ വിജയകുമാറിൻ്റെ വില കൂടിയ മൊബൈൽ ഫോൺ ഇയാൾ കവരുകയും അത് ഉപയോഗിച്ചുകൊണ്ട് പണമിടപാടുകൾ, അതായത് വിജയകുമാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റത്തക്ക രീതിയിലുള്ള തട്ടിപ്പുകൾ ആ വില കൂടിയ ഫോണിൽ നിന്നും ആ ഇതര സംസ്ഥാന തൊഴിലാളി നടത്തി. ഇത് വിജയകുമാർ കൈയോടെ പിടികൂടുകയും പോലീസിനെ അറിയിക്കുകയും പിന്നീട് ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളി ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. അപ്പോൾ ആ ആൾ തന്നെയാണോ ഈ വീട്ടിലെത്തി ഇത്തരത്തിൽ ഈ കൊലപാതകം നടത്തിയത് എന്നൊരു സംശയം പോലീസിനുണ്ട്. അപ്പോൾ അതാണ് നേരത്തെ ഈ ഇതര സംസ്ഥാന തൊഴിലാളി തന്നെയാണ് കോട്ടയം പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉള്ളത് എന്നുള്ള സംശയം നമ്മൾ പങ്കുവച്ചത്. പക്ഷേ അതിൻ്റെ ഒരു സ്ഥിരീകരണം ജില്ലാ പോലീസ് മേധാവി നൽകുന്നില്ല. മറ്റൊന്ന്, ഏതാനും നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് വിജയകുമാറിൻ്റെ ഏക മകൻ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം പോലീസിൻ്റെ അന്വേഷണത്തിൽ ആത്മഹത്യ എന്നാണ് കണ്ടെത്തിയത്. അത് ഇവിടെ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രം ദൂരെ റെയിൽവേ ട്രാക്കിന് സമീപം കാറിനുള്ളിൽ മരിച്ച നിലയിലാണ് വിജയകുമാറിൻ്റെ മകനെ അന്ന് കണ്ടെത്തിയത്. അന്ന് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ അത് ആത്മഹത്യയാണെന്നാണ് കണ്ടെത്തിയത്. ദേഹമാസകലം മാരകമായിട്ടുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. കാറിൽ നിന്നും ഒരു കത്തി കണ്ടെടുത്തിരുന്നു. പക്ഷേ പോലീസ് തുടർച്ചയായി അന്വേഷിച്ചിട്ടും അത് ആത്മഹത്യ എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. പക്ഷേ വിജയകുമാറിനും ഭാര്യയ്ക്കും അതിൽ വിശ്വാസമില്ലായിരുന്നു. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലായിരുന്നു. അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ഒടുവിൽ CBI അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. 1 മാസത്തോളമാകുന്നു അതിൻ്റെ അന്വേഷണ പുരോഗതിയിലാണ്. ആ സമയത്താണ് ഇപ്പോൾ ഇരട്ടക്കൊലപാതകം നടന്നത് എന്നുള്ളതും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മകൻ്റെ ആ ഒരു മരണം സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഒരു പക്ഷേ വിജയകുമാറും ഭാര്യയും CBI അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആ ഒരു സംശയങ്ങൾ പ്രകടിപ്പിച്ചിരിക്കാം. എങ്ങനെയായിരിക്കാം, മകന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വിദേശത്ത് ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ, വേറെ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ CBI ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വിജയകുമാറും ഭാര്യയും മൊഴി കൊടുത്തിരിക്കാം. പക്ഷേ ലോക്കൽ പോലീസിനെ സംബന്ധിച്ച് അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോയിരുന്നില്ല. അവർ ഈ മകൻ്റെ മരണം എന്നുള്ളത്, അത് കാറിനുള്ളിൽ മാരകമായിട്ടുള്ള മുറിവേറ്റ് കിടന്ന ആ ഒരു സംഭവം, അത് ആത്മഹത്യ എന്ന രീതിയിലാണ് ലോക്കൽ പോലീസ് കണ്ടെത്തിയിരുന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് CBI അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്.
പുരോഗമിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഇരട്ടക്കൊലപാതകത്തിൽ കോട്ടയം പോലീസിന്റെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോഴും അന്വേഷണം തുടരുന്നു. പക്ഷേ ജില്ലാ പോലീസ് മേധാവി പറയുന്നത് പ്രൊഫഷണൽ കൊലപാതകികളല്ല ഇത് ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും വീടിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുള്ള ആരോ ഒരാളാണ് ഇതിനകത്ത് കയറിയതെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ധാരണയുള്ള ഒരാൾ കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പോലീസ് അന്വേഷണം വേഗത്തിൽ പുരോഗമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പ്രതി പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.